കളമശ്ശേരിയിലെ യാഥാർത്ഥ്യങ്ങളെ മറച്ചുവെച്ച് ഫ്ലെക്സ് വികസനമാണ് നടന്നതെന്ന് UDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഒരു വലിയ മുന്നേറ്റം, മിന്നുന്ന വിജയം കരസ്ഥമാക്കാൻ കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഏലൂർ നഗരസഭ യോജിച്ച് ബാക്കി എല്ലാ ഇടങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണിക്ക് വിജയം കൂടി ബാധിക്കാൻ സാധിച്ചു. കഴിഞ്ഞ പ്രാവശ്യം കൈവിട്ടുപോയ കരുമാനൂർ പഞ്ചായത്ത് 30 വർഷം LDF ഭരിച്ചിരുന്ന ആലങ്ങാട് പഞ്ചായത്ത് തിരിച്ചു ചെറിയ ഭൂരിപക്ഷത്തോടെ തിരിച്ചുപിടിക്കാനും കടങ്ങല്ലൂർ പഞ്ചായത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി പഞ്ചായത്ത് ഭരണസമിതി തിരിച്ചുപിടിക്കാനും കളമശ്ശേരി നഗരസഭയിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള മഹാഭൂരിപക്ഷം UDFന് ലഭിക്കുകയും ഏലൂരിൽ വളരെ ചെറിയ വോട്ടുകൾക്ക്, ഏതാണ്ട് 600 വോട്ടുകൾക്കാണ് UDF അവിടെ മാത്രമാണ് ഭരണം നഷ്ടപ്പെട്ടത്. കുന്നുകര പഞ്ചായത്ത് നിലനിർത്താനും സാധിച്ചു. ഇതെല്ലാം തെളിയിക്കുന്നത്, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിക്ക് കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ അഭൂതപൂർവമായ പിന്തുണയും ജനങ്ങളുടെ മനസ്സിൽ കഴിഞ്ഞ 2 പ്രാവശ്യം രാജീവ് MLA ആകുന്നതിന് മുമ്പ് 2 പ്രാവശ്യം MLAയും മന്ത്രിയുമായ ശ്രീ K. ഇബ്രാഹിം കുഞ്ഞിന്റെ വികസന പ്രവർത്തനത്തിലുള്ള അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ ആകമാനം അത് ദൃശ്യമായതാണ്, പ്രാവർത്തികമായതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ ജനപ്രതിനിധി ശ്രീ P. രാജീവ് ഒരുപാട് പദ്ധതികളെ കുറിച്ചും വികസന പ്രവർത്തനം നടത്തുന്നതിന് പണം അനുവദിച്ചതിനെ കുറിച്ചും ഒക്കെ ഊതി വീർപ്പിക്കുന്ന കോടാനുകൂടിയുള്ള കണക്കുകൾ ഈ നിയോജക മണ്ഡലം ആകമാനം പരസ്യത്തിലൂടെയും അദ്ദേഹത്തിന്റെ